മണ്ണും ആറും കടന്നൊരു യാത്ര. ഇരുമ്പകച്ചോലയിലേക്കാണ് ഈ ഒരു യാത്ര. കാഞ്ഞിരം വഴി ഇരുമ്പകച്ചോലയിലേക്കുള്ള ഈ പാതയിൽ കാറ്റിൽ ഔഷധച്ചെടികളുടെ മണം പടരുന്നുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വിശാലമായ ഔഷധത്തോട്ടം നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ അറിയാതെ തഴുകി കടന്നു പോകും. ഇനി അങ്ങോട്ട് കുറേ അധികം കാഴ്ചകളുടെ പൂരമാണ്. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ആദ്യ കാഴ്ച. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വിശാലമായ ജലപ്പരപ്പ്, പശ്ചിമഘട്ടത്തിലെ മലനിരകൾ വെള്ളത്തിൽ തലകീഴായി പ്രതിഫലിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ണിനൊരു വിരുന്നാണ്. ഇരുമ്പകച്ചോലയുടെ ഈ തീരത്ത് നിന്ന് നോക്കുമ്പോൾ റിസർവോയർ ഒരു വലിയ നീല കണ്ണാടി പോലെ തോന്നും. പ്രകൃതി ഓരോ ദിവസവും ഇവിടെ പുതിയ ചിത്രങ്ങൾ വരച്ചു വയ്ക്കുന്നു. തല ഉയർത്തി നിൽക്കുന്ന മലനിരകളും അവയെ പുണർന്നു കിടക്കുന്ന മേഘങ്ങളും. ബുള്ളറ്റിൻ്റെ ശബ്ദം ഈ നിശബ്ദതയിലൂടെ ഒരു സംഗീതം പോലെ അങ്ങനെ മാറ്റൊലി കൊള്ളുന്ന പോലെ തോന്നും. ആ ഒരു റൈഡ് തന്നെയാണല്ലേ, വാഹനം ഇങ്ങനെ ഓടിച്ചു പോവുക, അതിൻ്റെ ഒരു എന്താ പറയുക, ആ സൗണ്ടും ആ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ അലിഞ്ഞു പോവുക. ഇവിടെ സമയം നിശ്ചലമായതുപോലെ തോന്നും. നല്ല വെയിലാണ് കേട്ടോ, അങ്ങനെ തോന്നുന്നില്ല യഥാർത്ഥത്തിൽ. അല്പം കാവ്യാത്മകമായിട്ടൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ റിസർവോയറിൻ്റെ തീരത്ത് നിന്ന് അല്പം കുളിർക്കാറ്റൊക്കെ ഇങ്ങനെ ഏൽക്കുമ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ കിട്ടുന്ന ഒരു സമാധാനവും അല്ലേ, ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മറ്റ് തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട ലോകത്ത് അല്ലേ, അതൊരു അനുഭവമാണ്, അതൊരു ഫീലാണ്. ഈ ഒരു റിസർവോയറിൻ്റെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നീർക്കാക്കകളാണ് കേട്ടോ അത്. പല പ്രമുഖ വ്ളോഗർമാരും ഇവിടെ വന്ന് താമസിച്ച് വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ, അടിപൊളി കാഴ്ചകളാണ്. അല്പസമയം നട്ടുച്ച സമയമൊക്കെയാണ് കേട്ടോ, ഒരു 12:30 മണി 1 മണി സമയമാണ്. വാച്ച് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല സത്യത്തിൽ. അവിടെ അല്പസമയം ചിലവഴിച്ചു. അപ്പോഴേക്കും ശരിക്കും നല്ല ചൂട് ഫീൽ ചെയ്തു. കൂടാതെ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടാണെങ്കിൽ അത് വല്ലാത്തൊരു കളറുമാണ്. എന്തായാലും അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക്, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു മുഴുവൻ വ്യൂ കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മൾ പോയി. ആ ഒരു വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ശിരുവാണിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇരുമ്പകച്ചോലയിൽ നിന്ന് നമ്മൾ നീങ്ങുന്നത് ശിരുവാണിയുടെ ആഴങ്ങളിലേക്കാണ്. അത് ആ ഒരു വാക്ക് തന്നെ വേണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഈ ഒരു ഭാഗത്തു കൂടെ യാത്ര ചെയ്തവർക്കറിയാം. ഇന്നാട്ടിലെ ആളുകൾക്ക് ഇത് പരിചിതമായിരിക്കാം. പക്ഷേ നിങ്ങൾ പുറമേ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇതേപോലെ പോകുന്ന വഴിയിൽ ചുരങ്ങൾ കയറി പോകുമ്പോൾ മരത്തിൽ ഇതേപോലെ ഒരു ബോർഡൊക്കെ കാണാം കേട്ടോ. ആളുകൾ ഈ പറയുന്ന എന്താ പറയുക, ആളുകളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരു തരം ബോർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊന്നും ആ വഴിയൊന്നും പോകരുത്, ഒരു വഴിയും പോകരുത് എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ ശിരുവാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിലെത്തുന്നത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള രണ്ടാമത്തെ ജലത്തിൻ്റെ രുചിയാണ്. നിങ്ങൾക്കറിയാമോ, ശിരുവാണി മലനിരകളിലെ വെള്ളമാണ് ലോകത്തെ തന്നെ ഏറ്റവും ശുദ്ധമായ ജലമായിട്ട് അറിയപ്പെടുന്നത്, കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കരിമ്പൻ കാടുകളിൽ നിന്ന് അട്ടപ്പാടി മലനിരകളുടെ അടിവാരത്തിലേക്കുള്ള ഈ യാത്രയിൽ കാട് നമ്മെ ഓരോ നിമിഷവും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ കൊണ്ടിങ്ങനെ അമ്മാനമാടും. ഈ ബുള്ളറ്റിൻ്റെ ആ ഒരു ധക് ശബ്ദവും ആസ്വദിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ആകെയുള്ള സങ്കടം അത് ഹെൽമെറ്റിൽ ആ ഒരു ഗോപ്രോ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല എന്നാണ്. എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ അടുത്ത ഒരു വ്ളോഗിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന വ്ളോഗുകളിൽ നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. പലരും കമൻറ്റുകളിലൂടെ പറയുന്നത് കേട്ടു, നിങ്ങളുടെ ഈ പറയുന്ന ഒരു വ്യൂ ആണെങ്കിൽ, ഹാൻഡിൽ ബാറിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലാണ് ഏറ്റവും നന്നായിരിക്കുക വ്ളോഗുകളെന്നൊക്കെ. അങ്ങനെ നമ്മൾ ആ ശിങ്കപ്പാറ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന അവിടെ നിന്നും താഴോട്ടൊരു വഴി പോകുന്നുണ്ട്. അത് മനോഹരമായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലേക്ക് നമ്മൾ തിരിയാണ് കേട്ടോ.
ഇവിടെ വെയിൽ പോലും താഴെ മണ്ണിലേക്ക് എത്താൻ കുറച്ച് പാടുപെടുന്ന പോലെയാണ്. ഇരുവശത്തും ആകാശം മുട്ടി നിൽക്കുന്ന ഗ്രാമങ്ങളാണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളെ കാണാം. കാടിൻ്റെ മർമ്മരം നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ ശബ്ദത്തിനിടയിലും കേൾക്കാവുന്നതാണ് കേട്ടോ. ശിരുവാണി ഡാം നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും ആ ഡാമിലേക്ക് ഒഴുകുന്ന നീർച്ചാലുകളും അരുവികളും ഈ വഴിയോരങ്ങളിൽ നമുക്ക് കൂട്ടിനുണ്ട്. ഈ മണ്ണിലെ ഓരോ തുള്ളി വെള്ളത്തിനും തേനിൻ്റെ മധുരമാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പം അവിടെ നിന്ന് ഒക്കെ വരുന്ന വെള്ളം തന്നെയാണ് ഇവിടെ നമ്മളിനി കാണാൻ പോകുന്ന ആ ഒരു ഭാഗത്തുള്ള ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട്. ആ ഒരു ഭാഗത്ത് ചെന്ന് നമ്മൾ തിരിച്ചു പോരാനാണ് പരിപാടി ഇടുന്നത്. നേരത്തെയും നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് മനോഹരമായിട്ടുള്ള ഇപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഒരു 4-5 കിലോമീറ്റർ ദൂരം നമുക്ക് ഇതേപോലെ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുണ്ട്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് വലത്ത് ഭാഗത്തേക്ക് താഴേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ആരും മാറിപ്പോകണ്ട. എന്തായാലും ആ ഒരു ഭാഗത്ത് വെച്ച് ഞങ്ങൾ തിരിച്ച് പോരുകയായിരുന്നു. അപ്പം വഴി അവിടെ കുറച്ച് ഗട്ടർ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചെറിയ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഒരു ദിവസം അതിൻ്റെ പകുതി സമയം കൊണ്ടൊക്കെ കാഞ്ഞിരപ്പുഴ ഡാമും ഇരുമ്പകച്ചോലയും ശിരുവാനിയും എല്ലാം സന്ദർശിച്ച് ഒരു 5-6 മണിക്കൂർ എടുത്ത് നമുക്ക് കാഴ്ചകളെ കണ്ട് മനോഹരമായിട്ടുള്ള ഒരു യാത്ര ആസ്വദിച്ച് ഇറങ്ങി വരാനാവും. അപ്പം കുറച്ച് പേര് അവിടെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകാൻ കഴിയുമോ, കാറ് താഴോട്ട് ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ. സുഖസുന്ദരമായിട്ട് ഇറക്കിക്കൊണ്ട് പോകാം, തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് എല്ലായിടത്തും സൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും നമ്മൾ അവിടെ നിന്ന് അവരോട് യാത്രയും പറഞ്ഞ് മുകളിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു യാത്രയിൽ ഈ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തേക്ക് കാടിൻ്റെ വന്യത വലിയ രൂപത്തിലൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും പോകാനുള്ള ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനവുമായിട്ട്, അത് 2 വീലർ ഒരിക്കലും അവർ അലൗഡ് ചെയ്യുന്നില്ല. 4 വീലറിൽ 2000 രൂപയ്ക്ക് 5 സീറ്ററും 3000 രൂപയ്ക്ക് 7 സീറ്ററിലും നിങ്ങൾക്ക് വിത്ത് ഗൈഡോട് കൂടിയിട്ട് ഈ ഒരു വനത്തിനുള്ളിലേക്ക് കേരളമേട് വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം. ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് ശിരുവാണി വനമേഖലയിലൂടെ, ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൂടെ, ആ ഒരു ഡാമിൻ്റെ ഏറ്റവും തൊട്ടടുത്ത്, അതേപോലെ തന്നെ അവിടെയുള്ള ആ ഒരു വലിയ ബംഗ്ലാവ്, ബ്രിട്ടീഷുകാരൻ പണി കഴിപ്പിച്ച ബംഗ്ലാവിൽ അതൊക്കെ സന്ദർശിക്കാം. അവിടെയുള്ള ഓഫീസുകൾ സന്ദർശിക്കാം, ആളുകളെ കാണാം. പ്രകൃതിയാണ് നിയമങ്ങൾ നിശ്ചയിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കേരളമേട് ഭാഗത്തേക്ക് അടുക്കുമ്പോൾ കാഴ്ചകൾ വീണ്ടും മാറും. ഈ പുൽമേടുകളുടെ ഭംഗിയും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പച്ചപ്പിൻ്റെ കടലുമൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. ഈ പച്ചപ്പിനിടയിലൂടെയുള്ള റൈഡിംഗ് ആണെങ്കിലോ പറയാൻ വാക്കുകളുമില്ല. ഓരോ സഞ്ചാരിയുടെയും സ്വപ്ന ഭൂമിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് ഒരുപാട് ആളുകൾക്കൊന്നും അറിയില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ മറ്റൊരു കാര്യം. എന്തായാലും ശിരുവാണി ഡാമിൻ്റെ ആ പരിസര പ്രദേശങ്ങൾ എത്രയോ കഥകളിൽ പറയുന്നുണ്ട്. പക്ഷേ പഴയ തലമുറയുടെ വാക്കുകൾ കേൾക്കാൻ ആർക്കാണിപ്പോൾ നേരം? ആർക്കും ഒന്നിനും നേരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഈ കുതിപ്പിന് ലക്ഷ്യസ്ഥാനങ്ങളില്ല, വഴികൾ മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. വീണ്ടും കാണാം.